സന്ധ്യയെ ക്ഷേത്രത്തിലേക്കാണോ? കോടമഞ്ഞുകൊണ്ട് പുതഞ്ഞ തണുപ്പത്ത് പാടവരമ്പത്തു കൂടെ മുന്നോട്ട് നടക്കുമ്പോഴാണ് പിറകിൽ നിന്ന് ശിവയുടെ വിളി വന്നത്. ചന്ദന കളർ ചുരിദാറിൽ സുന്ദരിയായിരുന്നു സന്ധ്യ. മുട്ടോളം എത്തുന്ന കോലൻ മുടിയിൽ നിന്ന് ഇറ്റുവീഴുന്ന വെള്ളത്തുള്ളികളെ ഒന്ന് കിലുക്കിക്കൊണ്ട് സന്ധ്യ അപ്പോൾ തിരിഞ്ഞു നോക്കി. കറുപ്പ് ഷർട്ടിന് മുകളിൽ കാക്കി കോട്ടിട്ട് ശിവ സന്ധ്യക്കരികിലേക്ക് ഓടിയെത്തിയിരുന്നു. അപ്പോഴേക്കും ആ ശിവേട്ടനായിരുന്നോ? സന്ധ്യ തിരിഞ്ഞു നിന്ന് ശിവയെ നോക്കി ചിരിച്ചു. ഇതെവിടുന്നാ രാവിലെ തന്നെ? ഓട്ടോ എവിടെ? സന്ധ്യ ശിവയോട് ചോദിച്ചു. ഞാനേ മേലെ വീട്ടിലെ ദാമോദരേട്ടന് സുഖമില്ലാഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരികെ വീട്ടിൽ ഇറക്കി കൊടുത്തിട്ട് വരികയാണ്. അപ്പോളാണ് സന്ധ്യ നടന്നു പോകുന്നത് കണ്ടത്. മുകളിൽ നിന്ന് കണ്ടപാടെ ഓടി വന്നതാ, ശിവ ഒരു കിതപ്പോടെ പറഞ്ഞു. സന്ധ്യ അപ്പോൾ ചിരിച്ചുകൊണ്ട് ശിവ ചൂണ്ടിക്കാണിച്ചിടത്തേക്ക് നോക്കി. ശിവ പറഞ്ഞ പോലെ അവിടെ അവൻ്റെ ഓട്ടോ സൈഡാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ഓട്ടത്തിലാണല്ലേ? വെറുതെ അല്ല ശിവേട്ടൻ കുറെ സമ്പാദിക്കുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നത്. സത്യമാണല്ലേ അപ്പോ? സന്ധ്യ ശിവയെ ഒന്ന് കളിയാക്കി ചോദിച്ചു. ശിവ അപ്പോൾ അവളെ നോക്കി ഒന്ന് ചിരിക്കുകയാണ് ചെയ്തത്. കുറേയൊന്നുമില്ലെങ്കിലും സമ്പാദിക്കണമല്ലോ. പാരമ്പര്യമായിട്ടൊന്നും നമുക്കൊന്നും കിട്ടാനില്ലല്ലോ. നമ്മൾ അധ്വാനിച്ചാൽ അന്നത്തെ ദിവസം കഴിഞ്ഞു പോകാം. അതുകൊണ്ട് ഓട്ടോയും കൊണ്ട് ഇങ്ങനെ ഓടി നടക്കുന്നു, ശിവ പറഞ്ഞു. ഏയ് അങ്ങനെയൊന്നുമല്ല. ഓട്ടോയും കൊണ്ട് ഓടിയിട്ടാണെങ്കിലും ശിവേട്ടൻ അധ്വാനിച്ചൊരു വീടുണ്ടാക്കിയില്ലേ? പെങ്ങന്മാരെ കെട്ടിച്ചയക്കുകയും ചെയ്തു. പിന്നെ അമ്മായിയെയും പൊന്നുപോലെ നോക്കുന്നുണ്ട്. ശിവേട്ടനെ പോലത്തെ ഒരു ചെക്കനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണമെന്നാ വീട്ടിൽ അച്ഛനും അമ്മയും നാട്ടുകാരും ഒക്കെ പറയുന്നത്. സന്ധ്യ ശിവയെ നോക്കി അത് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾക്കൊപ്പം തന്നെ ശിവയും മുന്നോട്ട് നടന്നു. അത് നീ എന്നെ ഒന്ന് കളിയാക്കിയതാണല്ലോ? ശിവ സന്ധ്യയോട് ചോദിച്ചു. ഏയ് കളിയാക്കിയതൊന്നുമല്ല, സത്യം തന്നെയാണ്. പിന്നെ ശിവേട്ടൻ്റെ കല്യാണം അടുത്തുണ്ടാവുമെന്ന് അമ്മായി പറഞ്ഞല്ലോ. അമ്മായിയും ചേച്ചിമാരുമൊക്കെ കൂടെ കേമമായിട്ട് നടത്താൻ പോകുന്നെന്നാ കേട്ടത്. ശിവേട്ടൻ ഏതോ പെണ്ണിനെ കണ്ടുപിടിച്ചു വെച്ചിട്ടില്ലേ? അതുകൊണ്ട് പെണ്ണ് കാണാൻ നടക്കേണ്ട ബുദ്ധിമുട്ടുമില്ലല്ലോ? സന്ധ്യ ശിവയോട് ചോദിച്ചു. ശിവ അപ്പോൾ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. എന്നിട്ട് മെല്ലെ ഒരു കുറുമ്പോടെ ചിരിച്ചു. പെണ്ണിനെയൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. പിന്നെ സമയമാകട്ടെ എന്ന് കരുതിയിരിക്കുകയാ, അവൻ പറഞ്ഞു. ഇനി എപ്പോ സമയമാവാനാ? വീടുപണി കഴിഞ്ഞു, ചേച്ചിമാരുടെ കല്യാണം കഴിഞ്ഞു, പിന്നെ ശിവേട്ടനും പ്രായമെത്തിയില്ലേ. ഇനി അധികം വൈകാതെ അങ്ങ് കഴിച്ചാലെന്താ? സന്ധ്യ ചോദിച്ചു. അതെ, ഞാനും ഇപ്പോൾ അത് ആലോചിച്ചു തുടങ്ങി. അത് പറയുമ്പോൾ ശിവയുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ടായിരുന്നു. ഇനി ഒരു പെണ്ണ് കെട്ടി കുറച്ചൊന്ന് സ്വസ്ഥമാകണം. അച്ഛനുണ്ടാക്കി വെച്ച കടമൊക്കെ തീർത്ത് വീട് പുതുക്കിയെടുത്തപ്പോൾ തന്നെ കുറേ സമാധാനമായി. പിന്നെ ചേച്ചിമാരുടെ ബാധ്യതയും കഴിഞ്ഞു. ഇനി എൻ്റെ പെണ്ണിനെയും കെട്ടി കുറച്ചൊന്ന് സമാധാനത്തോടെ ഇരിക്കണം. ശിവ അപ്പോഴും സന്ധ്യയുടെ കണ്ണിലേക്ക് നോക്കി കുറുമ്പോടെ ചിരിച്ചു. അപ്പോൾ പിന്നെ ഇനി എന്തിനാ വൈകിക്കണേ? ഞങ്ങൾക്കൊക്കെ എന്നാ ഒരു ബിരിയാണി കിട്ടുക? പെട്ടെന്ന് നോക്ക് ശിവേട്ടാ, അല്ലെങ്കിൽ ആ പെണ്ണ് വേറെ വല്ലവരെയും കെട്ടിയിട്ട് പോകും. സന്ധ്യ അത് പറഞ്ഞുകൊണ്ട് ശിവയെ നോക്കി. ഏയ് അങ്ങനെ കെട്ടിയിട്ട് പോകാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇത്രയും കാലം മനസ്സിൽ കൊണ്ട് നടന്നിട്ട് അവൾ വേറെ കെട്ടാൻ ഞാൻ സമ്മതിക്കുമോ? അത്രയ്ക്കിഷ്ടാ എനിക്ക് അവളെ. സന്ധ്യയോടൊന്ന് ചേർന്ന് നടന്ന് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയാണ് ശിവ പറഞ്ഞത്. സന്ധ്യ അപ്പോൾ ശിവയെ നോക്കി നന്നായി ഒന്ന് ചിരിച്ചു. അല്ല അതൊക്കെ പോട്ടെ, നീ എന്താ പതിവില്ലാതെ ക്ഷേത്രത്തിലേക്ക്? ഇന്ന് നിന്റെ പിറന്നാളൊന്നുമല്ലല്ലോ. വേറെ വല്ല വിശേഷവും ഉണ്ടോ? ശിവ സന്ധ്യയോട് ചോദിച്ചു. ഏയ് വിശേഷമൊന്നുമില്ല. ഒന്ന് വെറുതെ പോയി തൊഴുതു വരാമെന്ന് കരുതി. ശിവേട്ടൻ വരുന്നോ? നമുക്ക് ഒരുമിച്ച് പോകാം. സന്ധ്യ അവനെ വിളിച്ചു. ഏയ് ഞാനില്ല. ഞാനിനി എന്തെങ്കിലും ക്ഷേത്രനടയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് കല്യാണം കഴിഞ്ഞ് എൻ്റെ പെണ്ണിൻ്റെ കയ്യും പിടിച്ചായിരിക്കും. അങ്ങനെ ഒന്ന് ആശിച്ചു പോയതാ. വേണമെങ്കിൽ നട വരെ ഞാൻ കൂടെ വരാം, അകത്തേക്കില്ല, ശിവ പറഞ്ഞു. ഓ പെണ്ണ് പെണ്ണ് പെണ്ണ്, എത്ര കാലമായി ഞങ്ങളിത് കേൾക്കുന്നു. എന്നാൽ ആളെ ഇതുവരെ ഞങ്ങൾ ആരും കണ്ടിട്ടുമില്ല. ഇനിയെങ്കിലും സർപ്രൈസ് വിട്ടിട്ട് ആളെ പറ ശിവേട്ടാ, സന്ധ്യ ശിവയോട് അപേക്ഷ പോലെ പറഞ്ഞു. അതൊക്കെ പറയാം. ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം സമയമായെന്ന് എനിക്കും ഇപ്പോൾ തോന്നുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എല്ലാവരെയും അറിയിക്കാം. ശിവ ചിരിച്ചു. ഇനി എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ശിവേട്ടൻ പറയുന്നത് കേട്ട് കേട്ട് ഞങ്ങൾക്കൊക്കെ ആളെ അറിയാൻ വല്ലാതെ തിടുക്കമായി. എന്നോടെങ്കിലും ഒന്ന് പറയൂന്നേ, സന്ധ്യ ശിവയെ നിർബന്ധിച്ചു. പറയാം.
അവൻ അവൻ്റെ മീശയിൽ ചെറുതായൊന്ന് പിടിച്ചുകൊണ്ട് ഒരു കള്ളച്ചിരി ചിരിച്ചു. സന്ധ്യയോടൊപ്പം നടന്ന് ക്ഷേത്രത്തിനടുത്തെത്തിയതുകൊണ്ട് തന്നെ ഭക്തിഗാനം നല്ല ഉച്ചത്തിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേ നടന്ന് അമ്പലത്തിലെത്തി. ശിവേട്ടനെന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ക്ലൂ എങ്കിലും താ. സന്ധ്യ ഒന്നുകൂടി അവനെ നിർബന്ധിച്ചു. അതിപ്പോ ക്ലൂ തരിക എന്നൊക്കെ പറഞ്ഞാൽ ദേവിയെപ്പോലെയാണ്, ശരിക്കും ദേവിയെപ്പോലെ. പ്രണയം തുളുമ്പുന്ന വാക്കുകളോടെ സന്ധ്യയുടെ കണ്ണുകളിൽ നോക്കിയാണ് ശിവ അത് പറഞ്ഞത്. അവൻ്റെ ആ വാക്കുകൾ കേട്ട് സന്ധ്യ ഒന്ന് കോരിത്തരിച്ചു നിന്നു. അവളുടെ മനസ്സിലും അപ്പോൾ പ്രണയത്തിൻ്റെ മുട്ടുകൾ വിരിയുന്നുണ്ടായിരുന്നു. ആ കുട്ടിയെ ശിവേട്ടൻ അത്രയ്ക്കും ഇഷ്ടമാണല്ലേ? അവൻ്റെ വാക്ക് കേട്ട് സന്ധ്യ സൗമ്യമായി ചോദിച്ചു. പിന്നെ പ്രാണനാണ്, ശിവ പറഞ്ഞു. അതെനിക്ക് പറച്ചിൽ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. അല്ല ശിവേട്ടാ, ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നിട്ടൊടുക്കം ആ കുട്ടി ശിവേട്ടനെ ഒഴിവാക്കുകയോ മറ്റോ ചെയ്യുമോ? വിശ്വസിക്കാൻ പറ്റില്ല, ചില പെൺകുട്ടികൾ ചതിക്കും, സന്ധ്യ പറഞ്ഞു. ഏയ് ഇല്ല, ചതിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം, ശിവ ഉറപ്പോടെ പറഞ്ഞു. ആ ബെസ്റ്റ്, അത്രയ്ക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. ഇനി കാര്യത്തോടടുക്കുമ്പോൾ ചിലപ്പോൾ ശിവേട്ടനായിരിക്കും ആ പെൺകുട്ടിയെ ചതിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ആരുടെ മനസ്സാ മാറുക എന്നൊന്നും ഉറപ്പില്ല, സന്ധ്യ വീണ്ടും പറഞ്ഞു. ഏയ് അങ്ങനെയൊന്നുമില്ലെന്നേ, എനിക്ക് അവളെ മതി, ശിവ വീണ്ടും പ്രണയത്തോടെ ചിരിച്ചു. എന്നാൽ സന്ധ്യ അപ്പോഴും ആ കാര്യത്തിൽ നിന്ന് അവനെ വിടാനുള്ള പരിപാടിയില്ലായിരുന്നു. അവൾ പിന്നെയും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ശിവ മറുപടിയും. എത്രയൊക്കെ സന്ധ്യ ചുറ്റി വളഞ്ഞു ചോദിച്ചിട്ടും ആ പെൺകുട്ടിയോടുള്ള ഇഷ്ടം മനസ്സിൽ നിന്ന് മാറില്ലെന്ന് മാത്രമായിരുന്നു ശിവയുടെ മറുപടി. മനസ്സ് മാറില്ലെന്നൊക്കെ ശിവേട്ടൻ വെറുതെ വിചാരിക്കുന്നതാ. ഇന്നലെ തന്നെ ന്യൂസിൽ കണ്ടില്ലേ, സ്നേഹിച്ച് വിവാഹം കഴിഞ്ഞിട്ട് പെൺകുട്ടിക്ക് ഒരു ആക്സിഡന്റ് പറ്റി തളർന്ന് കിടപ്പിലായപ്പോൾ ഭർത്താവ് അതിനെ നോക്കാതെ ഇട്ടിട്ട് പോയി. ആ വിഷമം താങ്ങാൻ കഴിയാതെ ആ കുട്ടി വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു, സന്ധ്യ പറഞ്ഞു. അങ്ങനെയുള്ളവരുമുണ്ടാകും, പക്ഷേ ഈ ശിവയെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട. എന്ത് അപകടം പറ്റിയാലും, ഇനി എണീറ്റ് നടക്കാൻ പറ്റാത്ത സ്ഥിതിയായാലും ഞാൻ സ്നേഹിച്ച പെണ്ണിനെ ഞാൻ ഉപേക്ഷിക്കില്ല. പക്ഷേ അങ്ങനെ ഒരു ദുരന്തമൊന്നും ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയുണ്ട് എപ്പോഴും. എന്നാലും ഇനി അഥവാ എന്തെങ്കിലും ഒരു അപകടം പറ്റിപ്പോയാലും എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ അവളെ നോക്കും. ദൃഢനിശ്ചയത്തോടെ ശിവ അത് പറഞ്ഞപ്പോൾ സന്ധ്യ ഒന്ന് ചിരിച്ചുപോയി. കാരണം ശിവയുടെ പ്രണയം സത്യമാണെന്ന് അവൾക്കറിയാമായിരുന്നു. അപ്പോഴും ശിവ സ്നേഹിക്കുന്ന ആളാരാണെന്നുള്ള സംശയം മാത്രം ബാക്കി. ഞാനെന്നാ പോട്ടെ, പിന്നെ കാണാം, സന്ധ്യ ശിവയോട് പറഞ്ഞു. ആയിക്കോട്ടെ, പിന്നെ കാണാം. വെള്ളിയാഴ്ച വീട്ടിൽ ചെറിയൊരു ഗണപതി ഹോമം നടത്താൻ വിചാരിക്കുന്നുണ്ട്. വിളിക്കാനായി ഞാനും അമ്മയും വരുന്നുണ്ട് വീട്ടിലേക്ക്. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് വണ്ടി എടുക്കട്ടെ, ശിവ സന്ധ്യയോട് പറഞ്ഞു. ഓക്കെ, എന്നാ കാമുകൻ ചെല്ല്. പ്രണയിനിയെ മനസ്സിൽ ഓർത്ത് നടന്നോ. ഓട്ടോ എടുക്കണമെങ്കിൽ വന്ന വഴി തന്നെ തിരികെ അങ്ങ് എത്തണ്ടേ, സന്ധ്യ അവനെ കളിയാക്കി. അത് ഞാൻ നടന്നോളാം. നീ എന്തായാലും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിച്ചേക്ക്, അവളെ പെട്ടെന്ന് തന്നെ എൻ്റെ ഭാര്യയായി കിട്ടാൻ. അതും പറഞ്ഞ് നിഷ്കളങ്കമായ ഒരു പുഞ്ചിരിയും സന്ധ്യക്ക് സമ്മാനിച്ചുകൊണ്ട് ശിവ തിരിഞ്ഞു നടന്നു. ശിവയെ നോക്കി ചിരിച്ചുകൊണ്ട് സന്ധ്യ ക്ഷേത്രത്തിലേക്കും കയറി. ആ തണുപ്പിൽ വന്ന വഴിയിലൂടെ തിരിച്ചു നടക്കുമ്പോൾ ശിവയുടെ മനസ്സിൽ നിറയെ സന്ധ്യ മാത്രമായിരുന്നു. കാലമേറെയായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന പ്രണയം. ശിവയുടെ അച്ഛൻ്റെ വകയിലൊരു പെങ്ങളുടെ മോളാണ് സന്ധ്യ. പറഞ്ഞു വരുമ്പോൾ അവൻ്റെ മുറപ്പെണ്ണ്. പക്ഷേ താൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് അവളെയാണെന്ന് ഇതുവരെ ആരെയും അറിയിച്ചിട്ടില്ല. അവളെപ്പോലും. തനിക്ക് ഏതോ ഒരു കാമുകിയുണ്ടെന്നും അവളെ തനിക്ക് പ്രാണനാണെന്നും അമ്മയ്ക്കും പെങ്ങന്മാർക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും അറിയാം. പക്ഷേ അതാരാണെന്ന് മാത്രം ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. അത് സന്ധ്യയാണെന്ന് സന്ധ്യയ്ക്ക് പോലും അറിയില്ല. അമ്മയുടെ കുടുംബശ്രീയിലുള്ള ഒരു ചേച്ചിയുടെ ബന്ധത്തിൽ ഒരു കല്യാണാലോചന വന്നപ്പോഴാണ് അത് വേണ്ട, വേറൊരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടമുണ്ടെന്ന് വീട്ടിൽ പറയേണ്ടി വന്നത്. അപ്പോൾ പിന്നെ അതെല്ലാവരും അറിഞ്ഞു. ആരാണ് കുട്ടിയെന്ന ചോദ്യവും വന്നു തുടങ്ങി. വീടുപണി കഴിയട്ടെ എന്നും ഇളയ പെങ്ങളുടെ രണ്ടാമത്തെ പ്രസവം കൂടി കഴിയട്ടെ എന്നും പറഞ്ഞ് നിൽക്കുകയായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും പെണ്ണ് കെട്ടാൻ നിർബന്ധിക്കുന്നുണ്ട്. സന്ധ്യയാണ് ഇഷ്ടമെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും പ്രതികരണം എന്താവുമെന്നറിയില്ല. സന്ധ്യയോട് തുറന്നു പറയണമെന്ന് പലകുറി ആലോചിച്ചതാണ്. പക്ഷേ ഓരോ തവണ അത് പറയാനായി അടുത്ത് ചെല്ലുമ്പോഴും പറയാൻ പറ്റാതെ പിന്മാറിപ്പോരുകയായിരുന്നു. എങ്കിലും അവളുടെ പ്രതികരണങ്ങളിൽ നിന്നും സംസാരത്തിൽ നിന്നും അവൾക്ക് തന്നോടൊരിഷ്ടമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്.
ഒരുപക്ഷേ അവളാണ് താൻ പ്രണയിക്കുന്ന പെൺകുട്ടിയെന്ന് അവൾക്കും അറിയുമായിരിക്കണം. എന്തായാലും ഇനി വൈകിച്ചുകൂടാ. വെള്ളിയാഴ്ചത്തെ ഗണപതി ഹോമം ഒന്ന് കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് ആദ്യം സന്ധ്യയോട് പറയണം. അവൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം ബാക്കിയുള്ളവരോടും. മനസ്സിൽ സന്ധ്യയുടെ ചിരിക്കുന്ന മുഖവും പതിപ്പിച്ചുകൊണ്ട് ശിവ തിരികെ നടന്നു. ക്ഷേത്രത്തിലേക്ക് കയറുന്ന ചന്ദനക്കളർ ചുരിദാറിലുള്ള അവളുടെ രൂപമായിരുന്നു അവൻ്റെ മനസ്സിലപ്പോൾ. അവൻ അവിടെ വെച്ച് അവളോട് പറഞ്ഞതുപോലെ തന്നെ, ശരിക്കും ദേവിയെപ്പോലെ തന്നെ ആയിരുന്നു അവൻ അവളെ മനസ്സിൽ പ്രതിഷ്ഠിച്ചത്. അവൻ്റെ മനസ്സിൽ അവൾക്കുള്ള സ്ഥാനവും അതുതന്നെയായിരുന്നു. പാടവരമ്പിലൂടെ പ്രണയം നിറഞ്ഞ മനസ്സുമായി ശിവ നടന്നു നീങ്ങി. അതേസമയം ക്ഷേത്രത്തിൽ സന്ധ്യ ഇതൊന്നും അറിയാതെ കണ്ണടച്ച് പ്രാർത്ഥനയിലായിരുന്നു. ദേവിക്ക് മുൻപിൽ കണ്ണടച്ചു നിന്ന് മനമുരുകി പ്രാർത്ഥിക്കുകയായിരുന്നു അവൾ. ആ പ്രാർത്ഥന കുറേ നേരം നീണ്ടുപോയി. കോളേജിൽ വെച്ച് പരിചയപ്പെട്ട ആൽബിനുമായുള്ള പ്രണയം ഇന്ന് വീട്ടിൽ പറയണം. ഇനി വൈകിച്ചുകൂടാ. 2 വർഷമായി ആൽബിനുമായുള്ള അടുപ്പം തുടങ്ങിയിട്ട്. ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുമ്പോൾ തുടങ്ങിയതാണ്. ഒപ്പം പഠിച്ചവനല്ല, പക്ഷേ കോളേജിലേക്ക് പോകുന്ന വഴിയിലെന്നും ആൽബിനെ കാണാറുണ്ടായിരുന്നു. കോളേജിനോടടുത്തുള്ളൊരു വർക്ക്ഷോപ്പിലാണ് ആൽബിൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. 1-2 മാസം അവൻ പിറകെ വന്നപ്പോൾ ആദ്യം മൈൻഡ് ചെയ്തില്ല. പിന്നീട് കോളേജ് പഠനം കഴിഞ്ഞ് ഇറങ്ങാൻ സമയമായപ്പോൾ എന്തൊക്കെയോ മിസ് ചെയ്യുന്ന കൂട്ടത്തിൽ ആൽബിനെയും മിസ് ചെയ്യുമെന്ന് തോന്നി. കാരണം താൻ അറിയാതെ തന്നെ അവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. സെൻഡ് ഓഫ് കഴിഞ്ഞ് കോളേജിൽ നിന്ന് ഇറങ്ങുന്ന ദിവസമാണ് ആൽബിനോടുള്ള തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടിപ്പോൾ 2 വർഷമായി. ഊണിലും ഉറക്കത്തിലും മനസ്സിൽ ആൽബിൻ മാത്രമേ ഉള്ളൂ. അന്യമതക്കാരനായതുകൊണ്ട് തന്നെ അച്ഛനോടും അമ്മയോടും എങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിക്കുമെന്ന പേടിയിലാണ് ഓരോ ദിവസവും തള്ളി നീക്കിയത്. പക്ഷേ ഇനി പറയാതിരുന്നുകൂടാ. ആൽബിൻ മറ്റൊരു ജോലി കിട്ടി ചെന്നൈയിലേക്ക് പോവുകയാണ്. അവൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ മറ്റൊരു വിവാഹത്തിന് അവർ അവനെ നിർബന്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ചെന്നൈയിലേക്ക് താമസം മാറുന്നതിന് മുൻപ് എന്നോട് അവൻ്റെ കൂടെ ഇറങ്ങി വരാൻ നിർബന്ധിക്കുന്നു. പക്ഷേ വീട്ടിൽ പറയാനുള്ള പേടി കാരണം താനായിട്ട് തള്ളി നീക്കുകയായിരുന്നു. എന്നാൽ ഇനി വൈകിച്ചുകൂടാ. ഇനിയും വൈകിയാൽ ആൽബിനെ തനിക്ക് നഷ്ടപ്പെടും. ശിവയുടെ പ്രണയത്തെക്കുറിച്ച് ഓരോന്നും പറയുമ്പോഴും സന്ധ്യയുടെ മനസ്സിൽ ആൽബിൻ മാത്രമായിരുന്നു. ആൽബിനൊപ്പമുള്ള താൻ സ്വപ്നം കണ്ട ജീവിതമായിരുന്നു. അവൾ ദേവിയെ നോക്കി മനസ്സ് നിറഞ്ഞു തൊഴുതു. ശേഷം വഴിപാട് കഴിപ്പിച്ച പ്രസാദവും വാങ്ങി വീട്ടിലേക്ക് നടന്നു. വീട്ടിൽ ചെല്ലണം. അച്ഛനോടും അമ്മയോടും സൗമ്യമായി കാര്യം പറയണം. അച്ഛനും അമ്മയുമല്ലേ ഇന്നോളം തൻ്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും കൂട്ടുനിന്നിട്ടുള്ള അവർ ഇതിലെതിര് പറയരുതേ എന്നാണ് പ്രാർത്ഥന. ചിലപ്പോൾ ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും അവസാനം അവർ സമ്മതിക്കും. ഇനി അഥവാ സമ്മതിച്ചില്ലെങ്കിൽ? സന്ധ്യയുടെ മനസ്സിൽ പെട്ടെന്നൊരു പേടി തോന്നി. വേണ്ടാത്തതൊന്നും ചിന്തിക്കേണ്ട, അച്ഛനും അമ്മയും സമ്മതിക്കും. അത് തന്നെ 100 ആവർത്തി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തി പതിയെ അച്ഛനോടും അമ്മയോടും കാര്യം അവതരിപ്പിച്ചു. എന്നാൽ ഇതൊന്നും അറിയാതെ ശിവ റോഡിൽ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സമയം വൈകുന്നേരമായി. ഒരു ഫാമിലിയെ ഗുരുവായൂർ പോകാനായി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ ഓട്ടം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശിവയുടെ ഫോൺ തുരുതുരാ റിങ് ചെയ്യുന്നത്. ശിവ ഓട്ടോ ഒന്ന് സൈഡാക്കിക്കൊണ്ട് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു നോക്കി. അതപ്പോൾ സന്ധ്യയുടെ വീട്ടിൽ നിന്നും അവളുടെ അച്ഛൻ്റെ കോളായിരുന്നു. സന്ധ്യയുടെ അച്ഛന് ശിവയെ വലിയ കാര്യമാണ്. ഒരാൺകുട്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തിനും പണ്ട് മുതലേ ശിവയെയാണ് വിളിക്കുക. അവനെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല എന്ന് സന്ധ്യയുടെ അച്ഛൻ അറിയാം. എങ്ങോട്ടെങ്കിലും പോകണമെങ്കിലും സാധനം വാങ്ങിക്കാനുണ്ടെങ്കിലും ഒരു വയ്യായിക വന്നാലുമൊക്കെ ഒരു മകനെ പോലെ ശിവ അങ്ങോട്ട് ഓടിയെത്താറുണ്ട്. ശിവ ഫോൺ എടുത്തു നോക്കി. ഭരതമാമനാണല്ലോ. സന്ധ്യയുടെ അച്ഛനെ ശിവ അങ്ങനെയാണ് വിളിക്കുന്നത്. മാമൻ എന്താ ഇത്ര തവണയൊക്കെ വിളിച്ചത്? ശിവ ഓട്ടോ ഒന്നുകൂടി സൈഡാക്കി നിർത്തി അച്ഛൻ്റെ ഫോണിലേക്ക് തിരികെ വിളിച്ചു. ഒറ്റ റിങ് ആയപ്പോൾ തന്നെ അപ്പുറത്ത് അദ്ദേഹം ഫോൺ എടുത്തു. ഹലോ ശിവ. ഹലോ മാമ, ഞാനൊരു ഓട്ടത്തിലായിരുന്നു. എന്താ വിളിച്ചത്? ശിവ സ്നേഹത്തോടെ ചോദിച്ചു. ശിവ, നീ പെട്ടെന്നൊന്ന് ഇങ്ങോട്ട് വരണം. സങ്കടത്തോടെയാണ് അപ്പുറത്തു നിന്ന് സന്ധ്യയുടെ അച്ഛൻ സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് ശിവയ്ക്കും തോന്നി. കാരണം എപ്പോൾ വിളിച്ചാലും തമാശ പറയുകയും ചിരിക്കുകയും മാത്രം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സ്വരം അപ്പോൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്താ മാമ, എന്താ പ്രശ്നം? മാമിക്ക് എന്തെങ്കിലും വയ്യായ്കയുണ്ടോ?
മാമൻ എന്തോ ടെൻഷനിലാണല്ലോ, ശിവ ചോദിച്ചു. നീ ഒന്ന് വേഗം വാ ശിവ, കാര്യമൊക്കെ ഞാൻ വന്നിട്ട് പറയാം, അദ്ദേഹം പറഞ്ഞു. ഞാനൊരു ഫാമിലിയെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ പോവുകയാണ്. ഏകദേശം എത്താനായി. ഇനി ഒരു 15 മിനിറ്റ് ഓട്ടം കൂടിയുണ്ട്. ഇത് കഴിഞ്ഞ് ഞാൻ അവിടെ എത്തുമ്പോഴേക്കും എന്തായാലും അല്പം വൈകും. കാര്യം എന്താണെന്ന് പറ മാമ. എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ ഞാൻ കൂട്ടുകാരെ ആരെയെങ്കിലും ഏർപ്പാടാക്കി വേണ്ട സഹായം ചെയ്തു തരാം, ശിവ പറഞ്ഞു. അപ്പുറത്ത് സന്ധ്യയുടെ അച്ഛനപ്പോൾ കരയുകയായിരുന്നു. എന്തു പറ്റി മാമ? എന്തിനാ കരയുന്നത്? മാമൻ ടെൻഷൻ എടുപ്പിക്കാതെ പറയൂ, ശിവ അദ്ദേഹത്തെ കാര്യം പറയാനായി നിർബന്ധിച്ചു. എടാ മോനെ ശിവ, അവള് പോയടാ, അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പെട്ടെന്നത് കേട്ടപ്പോൾ ശിവയ്ക്ക് കാര്യം മനസ്സിലായില്ല. അവളോ? ആര് പോയെന്നാ മാമ? ശിവ ഒരു ഞെട്ടലോടെ ചോദിച്ചു. അവള് സന്ധ്യ പോയടാ ശിവ. അവള് നമ്മളെയൊക്കെ വിട്ടിട്ട് ഏതോ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. അത് കേട്ടതും ശിവ ആകെ ഞെട്ടിത്തരിച്ചു പോയി. ഇറങ്ങിപ്പോകാനോ? ഞാനിന്ന് രാവിലെ കൂടെ കണ്ടതാണല്ലോ സന്ധ്യയെ. മാമൻ എന്തൊക്കെയാ ഈ പറയുന്നത്? ശിവ ഞെട്ടൽ മാറാതെ ചോദിച്ചു. രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതു വന്നതാ. അത് കഴിഞ്ഞ ശേഷം ഏതോ ഒരു ക്രിസ്ത്യാനി പയ്യനുമായി അടുപ്പമുണ്ടെന്നും അവനുമായി വിവാഹം നടത്തി കൊടുക്കണമെന്നും എന്നോട് പറഞ്ഞു. കേട്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി. തമാശ പറയുകയാണെന്നാടാ മോനെ ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ പിന്നീടാണ് അറിഞ്ഞത് എല്ലാം സത്യമാണ്. അവൾ അവൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചു തന്നു. അവന് വേറെ കല്യാണം നോക്കുന്നുണ്ടെന്നും വേഗം നടത്തി കൊടുക്കണമെന്നും പറഞ്ഞു. താഴത്തും തലയിലും വെക്കാതെ വളർത്തിയ മോള് പെട്ടെന്നിങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്കും സുമക്കും വിശ്വസിക്കാനായില്ല. ഞാൻ കുറച്ച് ദേഷ്യത്തിൽ പറ്റില്ലെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോളാ നമ്മുടെ സന്ധ്യയുടെ വേറൊരു മുഖം ഞാൻ കണ്ടത്. അവൾക്ക് നമ്മളെക്കാളൊക്കെ വലുത് അവനാണെന്ന് പറഞ്ഞ് എന്നോട് കുറേ വഴക്കിട്ടു. പക്ഷേ അപ്പോഴും എന്നെയും അവളുടെ അമ്മയെയും വിട്ട് അവൾ ഇറങ്ങിപ്പോകുമെന്ന് ഞങ്ങൾ കരുതിയില്ല ശിവ. രാവിലെ തന്നെ അവൾ ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ട് ജോലിക്ക് പോകാൻ തന്നെ എനിക്ക് തോന്നിയില്ല. ഞാനിവിടെ കരഞ്ഞിരിപ്പായിരുന്നു. ഇപ്പോൾ വൈകിട്ട് ഒരു 3:30 ആയപ്പോൾ അവൾ റൂമിൽ നിന്ന് പെട്ടെന്ന് കയ്യിലൊരു ബാഗും പിടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങുന്നത് കണ്ടു. ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ ഏതോ ഒരു പയ്യൻ്റെ ബുള്ളറ്റുണ്ട് മുറ്റത്ത്. ഞാനും സുമയും പിറകെ ചെല്ലുമ്പോഴേക്കും അവൾ അതിൽ കയറി അവനോടൊപ്പം പോയടാ. അവൾ പോയി. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. കയ്യും കാലും വിറയ്ക്കുന്നു. അപ്പുറത്തു നിന്ന് മാമൻ പറയുന്നതൊക്കെ കേട്ട് ശിവ ആകെ തളർന്നു പോയിരുന്നു. അവന് കുറച്ചു നേരത്തേക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു. ഞാൻ വരാമെന്ന് മാത്രം പറഞ്ഞൊപ്പിച്ച് അവൻ ഫോൺ കട്ട് ചെയ്തു. മോനെ, ഞങ്ങൾക്ക് ട്രെയിനിന് സമയമായി, വണ്ടി ഒന്ന് പെട്ടെന്ന് എടുക്കാമോ? പിറകിലെ സീറ്റിൽ നിന്ന് യാത്രക്കാർ അത് ചോദിച്ചപ്പോഴാണ് ശിവക്ക് പെട്ടെന്ന് ഞെട്ടൽ വിട്ട് ഓട്ടോയിലാണെന്ന ബോധം വന്നത്. ഞാൻ വണ്ടി എടുക്കാം. കാലങ്ങളായി മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ദേവിയെപ്പോലെ പ്രതിഷ്ഠിച്ച പെൺകുട്ടി ഒരു നിമിഷത്തിൽ ആരോടോ ഒപ്പം ഇറങ്ങിപ്പോയി എന്ന് കേട്ടപ്പോൾ അവനത് താങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വണ്ടിയിലുള്ള യാത്രക്കാരെ കൃത്യസ്ഥലത്തെത്തിക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് മാത്രം അവൻ എങ്ങനെയൊക്കെയോ വണ്ടി മുന്നോട്ടെടുത്തു. എങ്ങനെയാണ് അവരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചിറക്കിയതെന്ന് അവന് തന്നെ അറിയില്ല. അവരെ അവിടെ ഇറക്കി റെയിൽവേക്ക് തൊട്ടടുത്തുള്ള ഒഴിഞ്ഞ പറമ്പിലേക്ക് അവൻ ഓട്ടോ ഒതുക്കിയിട്ടു. ശേഷം സ്റ്റിയറിങ്ങിലേക്ക് തല താഴ്ത്തി വെച്ച് അങ്ങനെ കിടന്നു. കേട്ടത് സത്യമാണോ എന്ന് വിശ്വസിക്കാനാവാത്ത അവസ്ഥ. രാവിലെ കൂടെ കണ്ട് സംസാരിച്ച സന്ധ്യയുടെ മുഖം മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ. അവൾ അങ്ങനെ ചെയ്യുമോ? സന്ധ്യ അങ്ങനെ ചെയ്യുമോ? അവൾക്കപ്പോൾ എന്നോട് ഇഷ്ടമുണ്ടായിരുന്നില്ലേ? ഞാൻ പ്രേമം പറയുമ്പോഴൊക്കെ എന്നെ ഇഷ്ടമാണെന്ന രീതിയിലാണല്ലോ അവളുടെ സംസാരമുണ്ടായിരുന്നത്. എൻ്റെ സന്ധ്യ അങ്ങനെ ചെയ്യുമോ? എൻ്റെ സന്ധ്യ അങ്ങനെ ചെയ്യുമോ? അതുമാത്രമായിരുന്നു ശിവയുടെ മനസ്സിലും തലയിലും അപ്പോൾ. ഒരു നിമിഷം കൊണ്ട് എല്ലാം കൈവിട്ടവനെ പോലെ, ശരിക്കും ഒരു വിഡ്ഢിയായ പോലെ അവൻ ഓട്ടോയിൽ അങ്ങനെ തല താഴ്ത്തി കിടന്നു. ദിവസങ്ങൾ കടന്നുപോയി. ചെന്നൈയിലെ ഒരു പേര് കേട്ട വേശ്യാലയത്തിന് മുൻപിൽ ഒരു ബുള്ളറ്റ് വന്നു നിന്നു. അതിൽ നിന്ന് ഹെൽമറ്റ് ഊരി മാറ്റിക്കൊണ്ട് ശിവ ഇറങ്ങി. രാത്രി ഒരു 11 മണി കഴിഞ്ഞ സമയമാണ്. വണ്ടി സ്റ്റാൻഡാക്കിയിട്ട ശേഷം അവൻ അവിടുത്തെ കൗണ്ടറിലേക്ക് കയറി. അവിടെ മേശക്കരികിലിരിക്കുന്ന മധ്യവയസ്കനായ ഒരാൾ ശിവയെ കണ്ടതും വേഗം എഴുന്നേറ്റ് അവൻ അരികിലേക്ക് വന്നു. സാർ വാങ്ങേ. ശിവയെ നേരത്തെ പരിചയമുള്ളതുപോലെ അയാൾ ശിവയെയും കൂട്ടി വരാന്തയിലൂടെ മുന്നോട്ട് നടന്നു. ശിവ പണ്ട് കാണുന്ന ഉണർവോ ഉന്മേഷമോ ഒന്നുമുള്ള ശിവയായിരുന്നില്ല അവനപ്പോൾ. ശരീരത്തിന് പണ്ടത്തെ പോലെ പാലിൻ്റെ വെളുപ്പില്ല. മുഖമാകെ ഒരു കരുവാളിപ്പാണ്.
വൃത്തിയിൽ വെട്ടിയൊതുക്കുമായിരുന്ന അവൻ്റെ താടി ഇപ്പോൾ പണ്ടത്തെ പോലെ മെനയുള്ളതായിരുന്നില്ല. അല്പം നീണ്ട താടിയും ഇടുങ്ങിയ കവിളുമൊക്കെയായി വളരെ ക്ഷീണിച്ച മുഖമായിരുന്നു ശിവക്കപ്പോൾ. എങ്കിലും അവൻ്റെ ഓമനത്തമുള്ള കണ്ണുകൾ മാത്രം തിളക്കമുള്ളതായിരുന്നു. കാലത്തിനും വേദനകൾക്കും ഒന്നും നഷ്ടപ്പെടുത്താനാകാത്ത എന്തോ ഒരു തിളക്കം അവൻ്റെ കണ്ണുകളിൽ അപ്പോഴും അവശേഷിക്കുന്നുണ്ടായിരുന്നു. അയാൾക്കൊപ്പം ആ പഴയ ബിൽഡിങ്ങിൻ്റെ സ്റ്റെയർ കയറുമ്പോഴും ശിവ ചുറ്റിലും നോക്കുന്നുണ്ടായിരുന്നു. ആകെ വൃത്തിയില്ലാത്തൊരിടം. എങ്ങനെയാണ് ഇവിടെയൊക്കെ ആളുകൾ? ശിവ മനസ്സിലോർത്തു. നാട്ടിലെ വീടും പച്ച വിരിച്ച പാടങ്ങളും അമ്പലക്കുളവുമൊക്കെയാണ് അപ്പോൾ ശിവയുടെ മനസ്സിലേക്ക് ഓടി വന്നത്. അതും അവനിപ്പോൾ നിൽക്കുന്ന സ്ഥലവുമായി താരതമ്യം പോലും ചെയ്യാൻ പറ്റില്ല എന്ന് കരുതി എപ്പോഴും നാട്ടിലും വീട്ടിലും ചുറ്റുപാടിലും മാത്രം ജീവിക്കാൻ പറ്റില്ലല്ലോ. സാഹചര്യം വരുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും നമ്മൾ എത്തിപ്പെടും. ചുറ്റിലും കാണുന്ന വൃത്തിയില്ലായ്മയെ അവഗണിച്ചുകൊണ്ട് അവൻ അയാൾക്കൊപ്പം സ്റ്റെപ്പ് കയറി മുകളിലെത്തി. നീളൻ വരാന്തയ്ക്ക് അപ്പുറവും ഇപ്പുറവുമായി ധാരാളം മുറികൾ ഉള്ളിടത്തേക്കാണ് അയാൾ അവനെ കൊണ്ടുചെന്നത്. അവൻ ചുറ്റിലും നോക്കി. അയാൾ അതിലൊരു മുറി താക്കോലിട്ട് തുറന്നുകൊണ്ട് ശിവയോട് അകത്തേക്ക് കയറാനായി പറഞ്ഞു. ഒന്നും നോക്കാതെ അവൻ ആ മുറിയിലേക്ക് കയറി. സാർ ഇങ്ങ ഉക്കാറുങ്കോ, 10 മിനിറ്റ്, അപ്പുറം അന്ത പൊന്നു വന്നിടും. പേയ്മെൻ്റ് എല്ലാം നേരത്തെ ക്ലിയർ ചെയ്തതിനാലേ ഇനി വേറെ ഫോർമാലിറ്റീസ് ഒന്നുമില്ലേ? ഓക്കെ. അയാൾ അത് പറഞ്ഞുകൊണ്ട് ശിവയെ റൂമിലാക്കി വാതിൽ ചാരിയിട്ട് പുറത്തേക്ക് പോയി. ശിവ അപ്പോൾ ആ മുറിയൊന്നാകെ ഒന്ന് നോക്കി. ആകെ അറപ്പും വെറുപ്പും തോന്നുന്ന ഇടം. ചെറിയൊരു ഇടുങ്ങിയ ഒരു മുറിയാണ്. ഒരു ചെറിയ കട്ടിലും അതിലൊരു ബെഡുമുണ്ട്. കട്ടിലിൻ്റെ തൊട്ടടുത്തായി ഒരു ചെറിയ മേശയും ഒരു പഴയ സ്റ്റീലിൻ്റെ ജഗ്ഗും മാത്രം. അവൻ ആ കട്ടിലിലെ കിടക്കയിലേക്ക് നോക്കി. എത്രയോ ആളുകൾ വന്ന് കിടന്നിട്ട് പോകുന്നൊരിടം. ഒരു നിമിഷം ദേഷ്യം കൊണ്ടോ സങ്കടം കൊണ്ടോ അവൻ അവൻ്റെ കണ്ണുകൾ മുറുക്കി അടച്ചു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ജനലിനരികിലേക്ക് പോയി. ജനലിനെ മറച്ചുകൊണ്ട് കയറിൽ കെട്ടിവെച്ചിരുന്ന തുണിയുടെ കർട്ടൻ ഒന്ന് മെല്ലെ നീക്കി നോക്കി. ആ പഴയ ജനൽപ്പാളിക്കുള്ളിലൂടെ പുറത്ത് നിറയെ മിന്നിത്തിളങ്ങുന്ന ചെന്നൈയിലെ വെളിച്ചം അവൻ കണ്ടു. അതും നോക്കി എന്തൊക്കെയോ ഓർത്തുകൊണ്ട് ശിവ അങ്ങനെ നിന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കുന്ന ശബ്ദം അവൻ്റെ കാതിൽ കേട്ടു. എങ്കിലും തിരിഞ്ഞു നോക്കാതെ മനസ്സിൽ വന്ന പല സംശയങ്ങളെയും അടക്കി നിർത്തിക്കൊണ്ട് അവൻ അങ്ങനെ തന്നെ നിന്നു. അന്ന് ശിവയ്ക്ക് കിടന്നു കൊടുക്കേണ്ട പെൺകുട്ടി അകത്തെത്തി. 2 പൊളിയുള്ള മുറിയുടെ വാതിൽ അവൾ അമർത്തി അടച്ചു കുറ്റിയിട്ടു. എന്നിട്ട് മെല്ലെ കട്ടിലിനരികിലേക്ക് വന്നു. അവളെ തിരിഞ്ഞുപോലും നോക്കാതെ ജനലിനരികിൽ നിൽക്കുന്ന ആളെ അവളൊന്ന് നോക്കി. ശേഷം മെല്ലെ കട്ടിലിരുന്നു. അപ്പോഴും ശിവ തിരിഞ്ഞു നോക്കുന്നേ ഉണ്ടായിരുന്നില്ല. കസ്റ്റമറെ വിളിച്ചു കിടത്തി തൃപ്തിപ്പെടുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് അവിടെയുള്ള മുതിർന്നവർ എപ്പോഴും അവൾക്കും മറ്റു പെൺകുട്ടികൾക്കും ക്ലാസ് എടുത്തു കൊടുക്കാറുണ്ട്. ജനലിനോരം നിൽക്കുന്ന അന്ന് താൻ കിടന്നു കൊടുക്കേണ്ടവനെ വിളിച്ചു കൊണ്ടിരുത്തണമെന്ന് അറിയാമായിരുന്നെങ്കിലും എന്തോ അവൻ തിരിഞ്ഞു നോക്കാത്തതുകൊണ്ട് അവൾ അങ്ങനെ കട്ടിലിൽ തന്നെ ഇരുന്നു. 2-3 മിനിറ്റുകൾ മുന്നോട്ടു പോയി. അവളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവുമില്ലാതായപ്പോൾ ശിവ മെല്ലെ തിരിഞ്ഞു. തന്നോടൊപ്പം കിടക്ക പങ്കിടാൻ വന്ന് കട്ടിലിലിരിക്കുന്ന ആ പെൺകുട്ടിയെ ശിവ ഒന്ന് നന്നായി നോക്കി. ഒരു കസ്റ്റമർ എന്ന നിലയിൽ അവൾ അപ്പോൾ തല പൊന്തിച്ച് അവനെയും നോക്കി. ഒരു നിമിഷം ശിവയുടെ മുഖത്തേക്ക് നോക്കിയതും ഞെട്ടി വിറച്ചുകൊണ്ട് അവൾ കട്ടിലിൽ നിന്ന് എണീറ്റുപോയി. ശിവയാണെങ്കിൽ ഒരു ഭാവവ്യത്യാസവുമില്ലാതെ അവളെ തന്നെ തറപ്പിച്ച് നോക്കി നിൽക്കുകയായിരുന്നു. ശരീരമാകെ വിറച്ചുകൊണ്ട് ആ പെൺകുട്ടി 2 അടി പുറകോട്ട് നിന്നു. ശിവയുടെ മുഖത്തേക്ക് തന്നെ നോക്കി വിറയ്ക്കുകയായിരുന്നു അവൾ. പ്രതീക്ഷിക്കാതെ അവനെ കണ്ട അവളുടെ കണ്ണുകൾ ചുവന്നു. കണ്ണിൽ വെള്ളം നിറഞ്ഞു വന്നു. തല മുതൽ ഉള്ളങ്കാൽ വരെ വിറയ്ക്കാൻ തുടങ്ങി. ഒരു നിമിഷം താൻ പരിസരം മറക്കുന്നു എന്ന് തോന്നിയപ്പോൾ അവൾ അവളെ തന്നെ നിയന്ത്രിക്കാൻ വല്ലാതെ പാടുപെട്ടു. കുട്ടിക്കാലം മുതലേ ഒരുമിച്ച് കളിച്ചു വളർന്ന, എപ്പോഴും ഒരു സഹായിയായും കൂട്ടുകാരനായും സഹോദരനായും കൂടെ ഉണ്ടായിരുന്ന മുറച്ചെറുക്കനായ ശിവേട്ടനെ സന്ധ്യ ഒരിക്കലും അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് തലയിലേക്ക് ഇടിമിന്നൽ പോലെ ഒരു ബോധം സന്ധ്യക്ക് വന്നത്. തനിക്ക് ആളെ അറിയില്ല എന്ന് ഭാവിക്കാനേ ഇപ്പോൾ പറ്റൂ. അവൾക്കപ്പോൾ മനസ്സിൽ തോന്നി. ഇതാണല്ലേ സന്ധ്യ ഇപ്പോൾ പരിപാടി? കൊള്ളാം, നന്നായിട്ടുണ്ട്. ഒരു ഭാവവ്യത്യാസവും കൂടാതെ അവളെയും ചുറ്റുപാടിനെയും നോക്കിക്കൊണ്ട് ശിവ ചോദിച്ചു. അവൻ്റെ വായിൽ നിന്ന് അത് കേട്ടപ്പോൾ അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയുന്നുണ്ടായിരുന്നില്ല. സന്ധ്യയോ? ഞാൻ സന്ധ്യയില്ലേ? വിറച്ചുകൊണ്ട് അവൾ പറഞ്ഞൊപ്പിക്കാൻ വന്നപ്പോഴേക്കും ശിവയുടെ കൈ അവളുടെ മുഖത്ത് പതിഞ്ഞു കഴിഞ്ഞിരുന്നു. കവിള് പൊട്ടുന്ന ശക്തമായ അടിയിൽ അവൾ പൊടുന്നനെ നിലത്തേക്ക് വീണു.
ശിവയെ അറിയില്ല എന്ന് പറയാൻ ഭാവിച്ച അവളുടെ സകല അടവുകളും അവിടെ പൊളിഞ്ഞു വീഴുകയായിരുന്നു. അവൻ്റെ കയ്യിൽ നിന്നും മുഖമടച്ച് ആ അടി കിട്ടിയതും അവൾ നിലത്തേക്ക് മുഖം പൊത്തി കരഞ്ഞുപോയി. മറുപടി പറയാനാവാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ, അവൻ്റെ മുന്നിൽ നാടകം കാണിച്ച് പിടിച്ചു നിൽക്കാനാകാതെ അവൾക്ക് അവളെ തന്നെ കൈവിട്ടുപോയി. ഉള്ളിൻ്റെ ഉള്ളിലുള്ള സകല വിഷമങ്ങളും അവൻ്റെ അടിയിൽ ഒരു പൊട്ടിക്കരച്ചിലായി അവളിൽ നിന്ന് പുറത്തു വന്നുപോയി. അവളെ അടിച്ചിട്ട് കുത്തനെ നിൽക്കുകയായിരുന്നെങ്കിലും ശിവയുടെ കണ്ണുകൾ രണ്ടും അപ്പോൾ വല്ലാതെ കലങ്ങിയിരുന്നു. സന്ധ്യക്ക് അവളുടെ സങ്കടത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞതേയില്ല. ശിവയുടെ മുഖത്തു പോലും നോക്കാനാവാതെ അവൾ നിലത്ത് കിടന്ന് മുഖം പൊത്തി കരഞ്ഞുകൊണ്ടേയിരുന്നു. അല്പനേരം ശിവ അവളെ തന്നെ നോക്കി നിന്നു. കരച്ചിലടക്കാനാവാതെ സകല നിയന്ത്രണവും വിട്ട് ഒരു ഭ്രാന്തിയെ പോലെ കരയുകയായിരുന്നു സന്ധ്യ അപ്പോൾ. കുഞ്ഞുനാൾ മുതൽ പ്രാണനായി മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന പെണ്ണാണ്. ഇങ്ങനെ ഒരവസ്ഥയിൽ സന്ധ്യയെ കാണേണ്ടി വരുമെന്ന് ശിവ ഒരിക്കലും വിചാരിച്ചതായിരുന്നില്ല. അവസാനമായി ക്ഷേത്രത്തിനരികിൽ വെച്ച് കണ്ട സന്ധ്യയുടെ ചിരിക്കുന്ന മുഖം അപ്പോഴും ശിവയുടെ മനസ്സിലുണ്ടായിരുന്നു. ചന്ദനക്കളർ ചുരിദാറിൽ അതീവ സുന്ദരിയായി കുഞ്ഞി കുട്ടികളുടെ പോലെ ഓമനത്തമുള്ള ചിരിയുമായി നിൽക്കുന്ന സന്ധ്യ. കാലങ്ങളോളം മനസ്സിലിട്ട് കൊണ്ട് നടന്ന് താലി കെട്ടാൻ താൻ ആഗ്രഹിച്ച സന്ധ്യ. അവളെ ഇങ്ങനെ ഒരവസ്ഥയിൽ, അതും ഇങ്ങനെ ഒരിടത്ത് കാണേണ്ടി വരുമെന്ന് താൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അവളുടെ അവസ്ഥ കണ്ട് അവൻ്റെ കണ്ണുകൾ രണ്ടും വല്ലാതെ ചുവന്ന് കലങ്ങിയിരുന്നു. അല്പനേരം അവളെ നോക്കി നിന്ന ശിവ മെല്ലെ അവളുടെ അടുത്ത് ചെന്ന് ചെറുതായി കാലുമടക്കിക്കൊണ്ട് അവിടെയിരുന്നു. സന്ധ്യക്കപ്പോൾ വല്ലാത്ത പേടിയുണ്ടായിരുന്നു. ശിവയുടെ കയ്യിൽ നിന്ന് വീണ്ടും തല്ല് കിട്ടുമെന്നാണ് അവൾ പ്രതീക്ഷിച്ചത്. ഒപ്പം ഒരു വേശ്യ എന്ന നിലയിൽ അവൻ്റെ മുഖത്ത് നോക്കാനുള്ള മടിയും. എനിക്കിനി ജീവിക്കേണ്ട ശിവേട്ട, എന്നെ ഒന്ന് കൊന്നു തരാമോ? അവൻ്റെ മുഖത്ത് നോക്കാതെ മുഖം പൊത്തിപ്പിടിച്ച് വിറച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ശിവ അപ്പോൾ അവൻ്റെ നേർത്ത വിരലുകൾ കൊണ്ട് അവളുടെ താടിയിലൊന്ന് പിടിച്ചു. അവൻ്റെ തണുത്ത വിരലുകൾ മുഖത്ത് പതിഞ്ഞപ്പോൾ സന്ധ്യയ്ക്ക് എന്തോ ഒരാശ്വാസം തോന്നി. പലരും കയറിയിറങ്ങി ആർത്തി തീർത്ത ശരീരമാണ്. ആണെന്ന വർഗത്തിനോട് തന്നെ അറപ്പും വെറുപ്പും തോന്നിപ്പോയ നിമിഷങ്ങൾ. എന്നാൽ തൻ്റെ മുറച്ചെറുക്കനും സ്നേഹിതനും ഒരു നിമിഷം പോലും തന്നെ മോശമായ കണ്ണുകൊണ്ട് കാണാത്തവനുമായ ശിവയുടെ വിരൽ മുഖത്ത് പതിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്തൊരു സുഖം തോന്നി. ദയനീയ ഭാവത്തിൽ അവൾ ശിവയുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്തു പറ്റിപ്പോയടാ നിനക്ക്? ഇങ്ങനെ ഒരവസ്ഥയിൽ നിന്നെ കാണേണ്ടി വന്ന എൻ്റെ മാനസികാവസ്ഥ നീയൊന്ന് ആലോചിച്ചു നോക്കിയേ. എനിക്കറിയാവുന്ന സന്ധ്യ, ഞങ്ങളുടെ സന്ധ്യ എന്ത് നല്ല കുട്ടിയായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ പൈസയ്ക്ക് കിടന്നു കൊടുക്കുന്നവളായി നിന്നെ കാണുമ്പോൾ ഞാൻ എന്താ പറയേണ്ടത്? ശിവയുടെ കണ്ണുകൾ നിറഞ്ഞു. സഹിക്കാൻ പറ്റുന്നില്ല മോളെ. ശിവ അവൻ്റെ കണ്ണു തുടച്ചു. ശിവേട്ടാ, ശിവേട്ടൻ എന്നോട് അങ്ങനെ പറയല്ലേ. ശിവേട്ടൻ എന്നെ എത്ര ഉപദ്രവിച്ചാലും ഇവിടെ ഇട്ട് തല്ലിക്കൊന്നാലും മറ്റെന്തൊക്കെ പറഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷേ ശിവേട്ടനെ പോലെ ഒരാളുടെ നാവിൽ നിന്ന് മോശപ്പെട്ട പെണ്ണ് എന്ന പേര് കേൾക്കേണ്ടി വരുന്നത് മാത്രം സഹിക്കാനാവുന്നില്ല. കരച്ചിലടക്കാനാവാതെ സന്ധ്യ ഏങ്ങലടിച്ചു. വാ, എണീക്കി. ശിവ അപ്പോൾ അവളുടെ രണ്ട് കൈയിലും പിടിച്ചുകൊണ്ട് അവളെ മെല്ലെ എണീപ്പിച്ചു. എന്നിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അവളെ കട്ടിലിലേക്കിരുത്തി. ഇങ്ങനെ ഒരവസ്ഥയിൽ അവൾ തന്നെ ഫേസ് ചെയ്യാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് ശിവയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വഴക്ക് പറഞ്ഞ് അവളെ വിഷമിപ്പിക്കാൻ അവന് തോന്നിയില്ല. എങ്ങനെയാണ് നീ ഇവിടെ എത്തിയത്? സ്നേഹിച്ച പയ്യൻ്റെ കൂടെ ജീവിക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നതല്ലേ നീ? പിന്നെ ഞങ്ങൾ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു എന്നറിയാമോ? ഒരു തുമ്പും കിട്ടിയില്ല. ഫോണിലാണേൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. മാമനും മാമിയും നിന്റെ ഇഷ്ടം നടത്തി തന്ന് നിന്നെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. അവർക്കാകെ നീയല്ലേ ഉള്ളൂ. നിന്റെ ഭർത്താവ് ചെന്നൈയിലേക്ക് താമസം മാറുന്നുവെന്ന് മാമൻ പറഞ്ഞ അറിവ് വെച്ചാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഞാൻ നിന്നെക്കുറിച്ച് അരിച്ചു പെറുക്കി അന്വേഷിച്ചു. പക്ഷെ അപ്പോഴും എവിടെയോ സുഖമായി ജീവിക്കുന്നു എന്നേ കരുതിയുള്ളൂ. അതൊന്നുറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും കാലം നീ എവിടെയാണെന്ന് തിരഞ്ഞു നടന്നത്. പക്ഷേ ഇങ്ങനെ ഒരവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഇതിനായിരുന്നോ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്? എന്താ സംഭവിച്ചതെന്ന് എന്നോട് പറ. ശിവ അവളോട് ദയയോടെ ചോദിച്ചു. ശിവേട്ടൻ എങ്ങനെയാ ഇവിടെ എത്തിപ്പെട്ടത്? എങ്ങനെയാ ഞാനിവിടെ ഉണ്ടെന്നറിഞ്ഞത്? സന്ധ്യ അപ്പോൾ വിറയലോടെ അവനോട് ചോദിച്ചു. ശിവ അപ്പോൾ അവളുടെ മുഖത്ത് നോക്കി ഒരിളം ചിരി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എത്തിപ്പെട്ട കഥയൊക്കെ ഞാൻ പറയാം.
പക്ഷേ അതിനു മുമ്പ് എനിക്കറിയണം നിനക്കെന്താ സംഭവിച്ചതെന്ന്. കുറ്റപ്പെടുത്താനോ വഴക്കു പറയാനോ ഒന്നിനുമല്ല, ഒന്നറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. ഒരു കാര്യത്തിൽ നിനക്കെന്നെ വിശ്വസിക്കാം. നീ പറയാൻ പോകുന്ന കാര്യം ഞാനല്ലാതെ മറ്റാരും അറിയില്ല. നിന്റെ അച്ഛനോ അമ്മയോ ആരും തന്നെ അറിയില്ല. ധൈര്യമായി നിനക്കെന്നെ വിശ്വസിക്കാം. ശിവ അത് പറഞ്ഞപ്പോൾ സന്ധ്യ വീണ്ടും പൊട്ടിക്കരഞ്ഞുപോയി. അച്ഛനും അമ്മയ്ക്കും സുഖമാണോ ശിവേട്ടാ? അവൾ ശിവയോട് ചോദിച്ചു. അവർക്ക് സുഖമാണോ എന്നുള്ളത് നിനക്ക് തന്നെ ഊഹിച്ചാൽ അറിയില്ലേ? പൊന്നുപോലെ നോക്കി വളർത്തിയ ഒറ്റ മോളെ കാണാതെ, അവൾ എവിടെയാണ് എന്നറിയാതെ അവരെന്തുമാത്രം സുഖിക്കുന്നുണ്ടാവും. ശിവ അത് പറഞ്ഞപ്പോൾ സന്ധ്യ വീണ്ടും മേങ്ങലടിച്ച് കരയുകയായിരുന്നു. അച്ഛനോടും അമ്മയോടും ചെയ്ത തെറ്റിൻ്റെ ഫലമാ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ വാക്ക് കേൾക്കാതെ ഇറങ്ങിപ്പോന്നവളാണ് ഞാൻ. അവരുടെ കണ്ണുനീരിൻ്റെ ശാപമായി ഇതൊക്കെ. പ്രേമം തലയ്ക്ക് പിടിച്ചിരിക്കുകയായിരുന്നു ശിവേട്ട. അവൻ എന്നെ ചതിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സ്നേഹിച്ചവനെ ചതിക്കാൻ കഴിയാത്തതുകൊണ്ടും ആത്മാർത്ഥമായി സ്നേഹിച്ചു പോയതുകൊണ്ടും അവനോടൊപ്പം ജീവിക്കാൻ ഇറങ്ങി വന്നവളാ ഞാൻ. അച്ഛനോട് അവൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയും വല്ലാതെ എതിർത്തു. അച്ഛൻ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് കുറേ വഴക്ക് പറഞ്ഞു. ഒടുക്കം അവനെ എനിക്ക് നഷ്ടപ്പെടുമെന്നായപ്പോൾ അവനോടൊപ്പം ഇറങ്ങി പോരാമെന്ന് തോന്നി. കുറച്ചു നാൾ കഴിഞ്ഞ് അച്ഛൻ്റെയും അമ്മയുടെയും ദേഷ്യമൊക്കെ ഒതുങ്ങുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാമെന്നാ കരുതിയത്. അവരെ ഉപേക്ഷിക്കണമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെയും പാടെ താളം തെറ്റി. അവൻ എന്നെ ചതിക്കുകയായിരുന്നു ശിവേട്ട. ആ ദുഷ്ടൻ ഇവിടെ ചെന്നൈയിൽ ഒരു ജോലി കിട്ടിയെന്നും അമ്മയ്ക്കൊപ്പം ഇങ്ങോട്ട് താമസം മാറുകയാണെന്നും പറഞ്ഞ അവൻ എന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ആ ടൈമിൽ അവൻ പറയുന്നതൊക്കെ സത്യമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവനോടൊപ്പം ഇവിടെ എത്തിയ അന്ന് രാത്രി പുതിയൊരു ജീവിതവും സ്വപ്നം കണ്ടിരിക്കുന്ന എൻ്റെ റൂമിലേക്ക് ഏതൊക്കെയോ അന്യപുരുഷന്മാർ കടന്നു വന്നത് കണ്ടപ്പോഴാണ് ഞാൻ സ്നേഹിച്ചവൻ ഒരു ഫ്രോഡായിരുന്നെന്ന് മനസ്സിലായത്. പെട്ടുപോയി ഞാൻ. വീട്ടിലേക്ക് വിളിക്കാനാണെങ്കിൽ എൻ്റെ കയ്യിൽ ഫോൺ പോലുമില്ല. ഫോൺ ട്രെയിനിൽ വെച്ച് തന്നെ അവൻ വാങ്ങി വെച്ചിരുന്നു. അറിയാത്ത ഒരു നാട്ടിൽ ഏതോ ഒരു ഫ്ലാറ്റിൽ കൊണ്ടിട്ട് പലരോടും കാശ് വാങ്ങിച്ച് അവരെയൊക്കെ എൻ്റെ റൂമിലേക്ക് പറഞ്ഞയക്കലായിരുന്നു അവൻ്റെ പരിപാടി. ഞരമ്പ് കട്ട് ചെയ്ത് മരിക്കണമെങ്കിൽ പോലും ഒരു ബ്ലേഡെങ്കിലും വേണ്ടേ? അതുപോലും ആ മുറിയിലില്ലായിരുന്നു. കൂട്ടിലടച്ച മൃഗത്തെ പോലെ പെട്ടുപോയി ഞാൻ. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കയറി വരുന്നവന്മാർക്കൊക്കെ കിടന്നു കൊടുക്കേണ്ടി വന്നു. അത് പറയുമ്പോൾ അഞ്ചു ആകെ വിറയ്ക്കുകയായിരുന്നു. കേട്ടുകൊണ്ട് നിൽക്കുന്ന ശിവയുടെ കണ്ണുകൾ രണ്ടും അപ്പോൾ വല്ലാതെ നിറഞ്ഞു. അങ്ങനെ പിച്ചു ചീന്താൻ വന്നവന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രം എന്നോടൊരൽപ്പം ദയ കാണിച്ചു. എൻ്റെ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ് എന്നെ അവിടെ നിന്ന് രക്ഷിക്കാമെന്ന് പറഞ്ഞു. അയാളുടെ വാക്ക് കേട്ടപ്പോൾ ആഗ്രഹിച്ചു പോയി ഞാൻ. എങ്ങനെയെങ്കിലും പുറത്ത് കടക്കാമെന്ന് തോന്നിപ്പോയി. അങ്ങനെയിരിക്കെ ഒരു ദിവസം എന്നോടൊപ്പം കിടക്കാൻ അവന് പൈസ കൊടുത്ത് അയാൾ എൻ്റെ റൂമിലേക്ക് വന്നു. മദ്യം വാങ്ങാനെന്ന വിധത്തിൽ അവന് കുറച്ചുകൂടി പൈസ കൊടുത്ത് അയാൾ അവനെ പുറത്തു പറഞ്ഞയച്ചു. ആ തക്കത്തിന് എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. അയാളുടെ കാറിൽ കയറിയപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസമായിരുന്നു. അവൻ എന്നെ ചതിച്ചതറിഞ്ഞ് എന്നോട് ദയ തോന്നി കൂടെ കൂട്ടുകയാണെന്നാണ് അയാൾ പറഞ്ഞത്. എന്നെ കല്യാണം കഴിച്ചോളാമെന്നും അയാളുടെ ഭാര്യയാക്കാമെന്നും കഴിഞ്ഞതൊക്കെ മറക്കണമെന്നും പറഞ്ഞ് അയാൾ എന്നെ ആശ്വസിപ്പിച്ചു. ചീത്തയായി പോയെങ്കിലും മനസ്സിൽ അല്പം ആശ്വാസം തോന്നിയ നിമിഷമായിരുന്നു അത്. അയാളുടെ ഭാര്യ ആവണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടല്ല കൂടെ പോന്നത്. അവനിൽ നിന്നും ആ നശിച്ച റൂമിൽ നിന്നും ഒരു രക്ഷ, അതുമാത്രമേ കരുതിയിരുന്നുള്ളൂ. ജീവിതം കൈവിട്ടു പോയിടത്തു നിന്ന് രക്ഷിക്കാൻ വന്ന ഒരു ദൈവദൂതനെ പോലെയാണ് അയാളെ കരുതിയത്. അയാളുടെ ഭാര്യ എന്നൊരു പുതിയ ജീവിതവും സ്വപ്നം കണ്ട് ഞാൻ അയാളുടെ കാറിലിരുന്നു. അങ്ങനെ അയാളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇടയ്ക്ക് വെച്ച് അയാൾ കാർ നിർത്തി ഇറങ്ങി. അവിടെയുള്ള ഒരു കടയിൽ നിന്നും ജ്യൂസ് വാങ്ങി തിരികെ വന്നു. കുടിച്ചോ എന്നും പറഞ്ഞ് സ്നേഹത്തോടെ എനിക്കത് വെച്ച് നീട്ടി. ദാഹവും ക്ഷീണവും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാനത് വാങ്ങി കുടിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. കണ്ണു തുറക്കുമ്പോൾ ഞാൻ ഇവിടെയാണ്, ഈ വേശ്യാലയത്തിൽ. ചുറ്റിലും നിൽക്കുന്ന എന്നെപ്പോലെയുള്ള പെൺകുട്ടികളെയും അവരെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന സ്ത്രീയെയും മാനേജറെയും കണ്ടാണ് കണ്ണു തുറന്നത്. ആദ്യം ഒരു ഞെട്ടലായിരുന്നു. പിന്നെ മനസ്സിലായി അയാളും എന്നെ ചതിച്ചതാണെന്ന്. ഇവരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങി അയാൾ എന്നെ ഇവർക്ക് വിൽക്കുകയായിരുന്നു. കുഴിയിൽ നിന്നും പടുകുഴിയിലെത്തിയ അവസ്ഥ. അവിടെ ചെയ്തിരുന്ന അതേ പണി തന്നെ ഇവിടെയും ആവർത്തിച്ചു. പലരും കയറിയിറങ്ങിപ്പോകും. ശരീരത്തിൽ ആകെ മുറിവുകളാണ് ശിവേട്ട.
പൈസ കൊടുത്ത് ഇതിനകത്തേക്ക് വരുന്നവർ അവർക്ക് വേണ്ട രീതിയിലൊക്കെ ഞങ്ങളിൽ നിന്ന് അത് മുതലാക്കും. രാത്രി വേദന കൊണ്ട് ഉറക്കം കിട്ടാതെ തലയിണ അമർത്തി പിടിച്ച് കരയും. അച്ഛൻ്റെയും അമ്മയുടെയും മുഖമോർക്കുമ്പോൾ നെഞ്ചു പിടയും. ശിവേട്ട, ഏതവന്മാരൊക്കെയോ എന്നെ... ബാക്കി പറയാനാവാതെ സന്ധ്യ മുഖം പൊത്തിക്കരഞ്ഞു. എല്ലാം കേട്ടുകൊണ്ട് കണ്ണീരൊലിപ്പിച്ച് ശിവ അങ്ങനെ നിന്നു. അച്ഛനും അമ്മയും ഒന്നും അറിയരുത് ശിവേട്ട. അവർ അറിഞ്ഞാൽ അവർക്കൊരിക്കലും ഇത് താങ്ങാൻ കഴിയില്ല. ഞാൻ എവിടെയെങ്കിലും സുഖമായി ജീവിക്കുന്നു എന്നെങ്കിലും സമാധാനിച്ചോട്ടെ ആ പാവങ്ങൾ. എന്നെ കൊന്നു കളഞ്ഞിട്ട് പോകാമോ ശിവേട്ട? ഏട്ടൻ എന്നോട് കാണിക്കാവുന്ന അല്പം ദയ അത് മാത്രമേ ഉള്ളൂ. ശിവന്റെ മുന്നിൽ നിസ്സഹായായിക്കൊണ്ട് സന്ധ്യ പൊട്ടിക്കരഞ്ഞു. എല്ലാം കേട്ടുകൊണ്ട് നിന്ന ശിവ മെല്ലെ അവളുടെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് അവളുടെ തൊട്ടടുത്തായി അവളോടൊന്ന് ചേർന്നിരുന്നു. സന്ധ്യ അപ്പോഴും പൊട്ടിക്കരയുക തന്നെയായിരുന്നു. ശിവ അപ്പോൾ മെല്ലെ പറഞ്ഞു തുടങ്ങി. നിനക്കറിയാമോ, നിന്റെ അമ്മയും അച്ഛനും ആരും പറഞ്ഞിട്ടല്ല സന്ധ്യയെ ഞാൻ നിന്നെ അന്വേഷിച്ച് ഇവിടെ എത്തിയത്. നീ ഏതോ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി എന്നറിഞ്ഞാൽ എനിക്ക് പിന്നെ നിന്നെ തിരഞ്ഞു വരേണ്ട കാര്യവുമില്ല. അല്ലെങ്കിലും തിരഞ്ഞു വരേണ്ട കാര്യമില്ല. എന്നെ ആരും അതിനെ ഏൽപ്പിച്ചിട്ടുമില്ല. പക്ഷേ ചെന്നൈയിലേക്കാണ് നീ വന്നതെന്നറിഞ്ഞ ആ ഒരൊറ്റ സൂചനയുടെ മുകളിലാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. നിന്നെ കാണാനോ തിരികെ പിടിച്ചു പോകാനോ ഒന്നും വേണ്ടിയല്ല. ഞാൻ സ്നേഹിച്ച പെണ്ണ് എവിടെയെങ്കിലും സുഖമായി ജീവിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രം, അതൊന്നുറപ്പിച്ചിട്ട് തിരിച്ചു പോകാൻ വേണ്ടി മാത്രം. ശിവ അത് പറഞ്ഞതും ഞെട്ടലോടെ സന്ധ്യ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ പറഞ്ഞ വാക്കുകളെ വിശ്വസിക്കാനാവാതെ അവളുടെ കണ്ണുകൾ രണ്ടിലും അത്ഭുതമായിരുന്നു. ശിവേട്ടൻ എന്താ പറഞ്ഞത്? സന്ധ്യ അതിശയത്തോടെ അവനോട് ചോദിച്ചു. ശിവ അപ്പോൾ അവളെ നോക്കി ചെറുതായി ഒന്ന് ചിരിച്ചു. നിങ്ങളൊക്കെ എന്നോട് പലവട്ടം ചോദിച്ചിട്ടില്ലേ ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന പെൺകുട്ടി ആരാണെന്ന്, ജീവന് തുല്യം സ്നേഹിക്കുന്ന പെൺകുട്ടി ആരാണെന്ന്? അത് മറ്റാരുമല്ല, നീ തന്നെയായിരുന്നു. നമ്മൾ തമ്മിൽ ഏറ്റവും അവസാനം ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഇനി പെട്ടെന്ന് കല്യാണം നോക്കണമെന്ന്? വീട്ടിലെ ഗണപതി ഹോമം കഴിഞ്ഞിട്ട് ആദ്യം നിന്നോട് തുറന്നു പറയണമെന്നാ വിചാരിച്ചത്. നിനക്ക് സമ്മതമാണെങ്കിൽ ബാക്കിയുള്ളവരോടും. പക്ഷേ അപ്പോഴേക്കും എൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് നീ ഇങ്ങോട്ട് പോന്നു. വിഷമം തോന്നി പെട്ടെന്നത് കേട്ടപ്പോൾ. നെഞ്ചിനകത്തൊരു കല്ല് വീണതുപോലെ വേദന തോന്നി. പിന്നെ വിചാരിച്ചു നീ സ്നേഹിച്ചവൻ്റെ കൂടെയാണല്ലോ പോകുന്നത് എന്ന്. എവിടെയാണെങ്കിലും സന്തോഷമായി ഇരിക്കട്ടെ എന്ന്. പക്ഷേ അപ്പോഴും മനസ്സിൽ എന്തോ ഒരു വല്ലായ്മ അങ്ങനെ നിൽക്കുകയായിരുന്നു. ഒന്നുകൂടി കാണണമെന്നൊരു തോന്നൽ. അവിടെ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കാത്ത പോലെ. ഉറങ്ങാൻ കിടന്നാലും മനസ്സിൽ നിന്റെ മുഖം തെളിഞ്ഞു വരും. നീയില്ലാതെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത പോലെ. മറ്റൊരുത്തൻ്റെ ഭാര്യയായിട്ടാണെങ്കിലും സുഖമായിരിക്കുന്നു എന്ന് ഉറപ്പിക്കാമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് പോന്നത്. ഇവിടെ വന്ന് അറിയാവുന്ന പരിചയം വെച്ച് പലയിടത്തും തിരഞ്ഞു. നിന്നെ കാണാതെ നാട്ടിലേക്ക് തിരിച്ചു പോകാനും തോന്നിയില്ല. പിന്നെ എത്ര കാലമെന്ന് വെച്ചാ ജോലിയില്ലാതെ ഇവിടെ പിടിച്ചു നിൽക്കുക? അങ്ങനെ പരിചയത്തിലുള്ള ഒരാളുടെ കെയർ ഓഫിൽ ടൗണിലുള്ള ഒരു ഹോട്ടലിൽ ജോലിക്ക് കയറി. പകലൊക്കെ ഫുഡിൻ്റെ ഡെലിവറി ആയിരുന്നു. ഫുഡ് കൊണ്ടു കൊടുക്കാൻ പോകുമ്പോൾ എല്ലായിടത്തും നിന്നെ അന്വേഷിക്കും. എവിടെയെങ്കിലും വെച്ചൊന്ന് കാണണമെന്ന ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ അമ്മയും ചേച്ചിമാരും കല്യാണം കഴിക്കാൻ വല്ലാതെ തിരക്ക് കൂട്ടുകയാണ്. അതുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ സ്നേഹിച്ച കുട്ടി ആരാണ്, കല്യാണം കഴിക്കുന്നില്ലേ എന്നൊക്കെ വീണ്ടും ചോദ്യം വരും. ഫ്രണ്ടിൻ്റെ അറിവിൽ ഇവിടെ നല്ലൊരു ജോലി കിട്ടിയെന്ന് കള്ളം പറഞ്ഞ ഇങ്ങോട്ട് പോകുന്നത്. എങ്ങനെയെങ്കിലും കുറച്ചു കാലം ഇവിടെ പിടിച്ചു നിൽക്കാമെന്ന് കരുതി. അങ്ങനെ ഈ അടുത്ത ദിവസം ഇവിടുത്തെ ഒരു ഡെലിവറി ഓർഡർ കിട്ടി. ഞാൻ വന്ന് കൊണ്ടു കൊടുത്ത് പോവുകയും ചെയ്തു. ഫുഡ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഇന്നലെ വീണ്ടും ഒരു ഓർഡർ കിട്ടി. അത് ഇവിടുത്തെ ഒരു സ്ത്രീക്ക് കൊടുത്തു കഴിഞ്ഞ് തിരിച്ച് ബൈക്ക് എടുക്കുമ്പോഴാണ് മുകളിലെ നിലയിലെ ജനലിനരികിൽ അപ്രതീക്ഷിതമായി നിന്നെ കണ്ടത്. പുറത്തേക്ക് നോക്കി നിൽക്കുന്ന നിന്നെ ഒരു നോട്ടമേ കണ്ടുള്ളൂ. കണ്ടതും നെഞ്ചിൽ തീ കോരിയിട്ട പോലെയായി. ഈ സ്ഥലവും ചുറ്റുപാടും കണ്ടപ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നിയിരുന്നു എനിക്ക്. പിന്നെ നിന്നെ ഇവിടെ കാണുക കൂടി ചെയ്തപ്പോൾ ആ സംശയം ഒന്നുകൂടി കൂടി. അങ്ങനെ പുറത്തുള്ള ഒരാളോട് അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമാണെന്നറിഞ്ഞത്. പിന്നെ ഇതിനുള്ളിൽ കയറി പറ്റണമെങ്കിൽ കാശിന് പെണ്ണിനെ വാങ്ങാൻ വരികയേ വഴിയുള്ളൂ എന്ന് മനസ്സിലായി. ഇന്നലെ തന്നെ ഇവിടുത്തെ കാര്യസ്ഥനെ കണ്ടു. പൈസ കൊടുത്തു. ആരെ വേണമെന്ന് ചോദിച്ച് അയാൾ കുറേ പെൺകുട്ടികളുടെ ഫോട്ടോ കാണിച്ചു തന്നു. വേണ്ടവരെ തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. അതിൽ നിന്നെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കരഞ്ഞുപോയി ഞാൻ.
പിന്നെ ഒന്നും നോക്കാതെ അയാൾ പറഞ്ഞ പൈസ കൊടുത്ത് നിന്നെ വാങ്ങിക്കുകയായിരുന്നു. ഇവിടെ വന്ന് ഇത്ര നേരം നിന്നെ കാത്തു നിൽക്കുമ്പോഴും എൻ്റെ കൈയും കാലും വിറയ്ക്കുകയായിരുന്നു. വരുന്നത് നീ ആവരുതേ, എനിക്ക് ആള് മാറിപ്പോയതാവണേ എന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു. കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നെങ്കിലും ഇവിടെ കാണുമ്പോഴുള്ള ഒരു നെഞ്ചുപിടച്ചിലുണ്ടല്ലോ, അതനുഭവിക്കാൻ കഴിയുന്നില്ല സന്ധ്യയെ. പറഞ്ഞു തീരുമ്പോഴേക്കും ശിവ കരയുകയായിരുന്നു. അവൻ പറഞ്ഞതൊക്കെ കേട്ട് സന്ധ്യ ഒരു ഞെട്ടലോടെ വിതുമ്പിക്കരഞ്ഞു. ശിവേട്ടാ, ഞാൻ വിറച്ചുകൊണ്ട് അവൾക്കൊന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഒന്നും പറയണ്ട, ഇന്നത്തോടെ ഇതൊക്കെ തീർന്നു. ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് നമ്മൾ പോകുന്നു. അല്പം കഴിഞ്ഞ് ഇവിടെ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ പിറകിലെ ഗേറ്റിനടുത്ത് ബൈക്കുമായി കാത്തു നിൽക്കും. നീ ആരും കാണാതെ സ്റ്റെയർ ഇറങ്ങി അവിടേക്ക് വന്നാൽ മതി. ശിവ അവളോട് പറഞ്ഞപ്പോൾ സന്ധ്യ ഒന്നും പറയാനാവാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ശിവേട്ടാ, ഞാൻ വരുന്നില്ല, എന്നെ രക്ഷിക്കേണ്ട. ചീത്തയായവളാ ഞാൻ. എങ്ങനെയെങ്കിലും ഈ ജീവിതം ഒന്ന് അവസാനിപ്പിക്കണമെന്നല്ലാതെ എനിക്കൊരു രക്ഷപ്പെടൽ വേണ്ട. അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിലേക്ക് ഞാൻ വരുന്നില്ല. സന്ധ്യ കൈ രണ്ടും വീശി കാണിച്ചുകൊണ്ട് അത് പറഞ്ഞപ്പോൾ ശിവ അവളുടെ മുഖത്ത് തന്നെ നോക്കി നിന്നു. എന്നിട്ട് ഉറച്ച ശബ്ദത്തിൽ അവളോട് പറഞ്ഞു, നീ വരും. കണ്ടവന്മാർക്കിട്ട് കൊടുക്കാനല്ല ഞാൻ നിന്നെ സ്നേഹിച്ചത്. ഇതുവരെ സംഭവിച്ചതും നീ ഇപ്പോൾ പറഞ്ഞതും നീയും ഞാനും മാത്രം അറിഞ്ഞാൽ മതി. നിന്റെ അച്ഛനോ അമ്മയോ നാട്ടുകാരോ വീട്ടുകാരോ ആരും അറിയണ്ട. നിനക്കൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോഴും നീ എൻ്റെ പഴയ സന്ധ്യ തന്നെയാണ്. അവളുടെ രണ്ട് കവിളിലും തലോടിക്കൊണ്ട് ശിവ അത് പറഞ്ഞപ്പോൾ സന്ധ്യ പെട്ടെന്ന് രണ്ടടി പിറകിലോട്ട് നിന്നു. കാരണം അവൾ മോശപ്പെട്ടവളാണെന്ന് അവൾക്കറിയാമായിരുന്നു. വേണ്ട, ശിവേട്ടനെ പോലെ ഒരു നല്ല ആൾക്ക് എന്നെ പോലെ ഒരു പെണ്ണ് വേണ്ട. ശിവേട്ടന് വേറെ നല്ല പെൺകുട്ടിയെ കിട്ടും. എന്നെ വേണ്ട. ഞാൻ ചീത്തയാണ്, നശിച്ചു പോയവളാണ്. എന്നെ വേണ്ട, സന്ധ്യ പറഞ്ഞു. ശിവ അപ്പോൾ അവൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു കുഞ്ഞു താലി പുറത്തെടുത്തു. നേർത്ത സ്വർണ്ണ ചെയിനിൽ കോർത്ത ഒരു കുഞ്ഞു താലി. അവനത് അവളുടെ മുന്നിലേക്ക് നീട്ടി. അത് കണ്ട സന്ധ്യ ആകെ ഞെട്ടിത്തരിച്ചുകൊണ്ട് അതിലേക്ക് തന്നെ നോക്കി. കുറേ കാലമായിട്ട് കയ്യിൽ കൊണ്ട് നടക്കുന്നതാ ഇത്. നിന്റെ കഴുത്തിൽ കെട്ടണമെന്നാണ് ആഗ്രഹിച്ചതും. മറ്റൊരാൾക്കിത് ചാർത്തി കൊടുക്കാൻ എന്നെക്കൊണ്ടാവില്ല. നിനക്കൊന്നും പറ്റിയിട്ടില്ല സന്ധ്യയെ. നമ്മൾ പണ്ട് മഴയത്ത് സ്കൂളിലൊക്കെ പോകുമ്പോൾ പാടത്തെ വെള്ളത്തിലൊക്കെ കളിച്ച് ചെളിയിൽ കുതിർന്ന് വീട്ടിലേക്ക് വരാറില്ലേ? അതുപോലെ നിന്റെ ദേഹത്തൊരല്പം ചളി പറ്റി. അതൊരു നേരം ഒന്ന് സോപ്പിട്ട് കുളിച്ചാൽ പോകാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഒന്നുണങ്ങാൻ അനുവദിച്ചാൽ മാറിപ്പോകുന്ന മുറിവുകളെ നിനക്കുള്ളൂ. അന്ന് ക്ഷേത്രത്തിനരികിൽ വെച്ച് നീ എന്നോട് ചോദിച്ചത് ഓർമ്മയില്ലേ? ശിവേട്ടൻ സ്നേഹിക്കുന്ന പെണ്ണിന് വല്ല അപകടവും പറ്റിയാൽ ശിവേട്ടൻ അവളെ ഒഴിവാക്കുമോ എന്ന്. അന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് തന്നെ എനിക്കിപ്പോഴും പറയാനുള്ളൂ. അപകടം പറ്റിയാലോ കയ്യോ കാലോ മുറിഞ്ഞാലോ ഉപേക്ഷിക്കാനല്ല ഞാൻ നിന്നെ സ്നേഹിച്ചത്. അത്ര തന്നെയേ ഇതുമുള്ളൂ. പ്രതീക്ഷിക്കാതെ ചെറിയൊരു അപകടം പറ്റി. അതിൻ്റെ മുറിവുകളും വിഷമങ്ങളുമൊക്കെ നമ്മൾ മാറ്റിയെടുക്കും. ഇന്നു മുതൽ നീ എൻ്റെ പെണ്ണാണ്. അത് പറഞ്ഞുകൊണ്ട് സന്ധ്യയെ മറ്റൊന്നും പറയാൻ അനുവദിക്കാതെ അവൻ അവളുടെ കഴുത്തിലേക്ക് ആ താലി ചാർത്തി. അവൻ്റെ കൈ തട്ടി മാറ്റാനാവാതെ അവൾ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. കലങ്ങിയ കണ്ണുകളോടെ അവൻ്റെ രണ്ട് കൈയും നീട്ടി ശിവ അവളെ അവനോട് ചേർത്തു പിടിച്ചു. അവളുടെ മുടി കൈകൊണ്ട് മാടി ഒതുക്കി കൊടുത്തു. സ്നേഹത്തോടെ ആ നെറ്റിയിൽ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, എല്ലാ പരിശുദ്ധിയോടും കൂടി തന്നെ നീ എൻ്റെ പഴയ സന്ധ്യയാണ്. നിന്നോളം മറ്റൊരാളെയും സ്നേഹിക്കാൻ എനിക്കാവില്ല. ഈ ലോകത്ത് നിന്നെപ്പോലെ എനിക്ക് മറ്റാരുമില്ല. ഇന്നത്തോടെ ഒക്കെ കഴിഞ്ഞു. ഇടയ്ക്ക് വെച്ച് സംഭവിച്ചു പോയ ചെറിയൊരു ആക്സിഡൻറ്റ്, അതിവിടെ കഴിഞ്ഞു. ഒരിക്കലും ഓർത്തെടുക്കാൻ പാടില്ലാത്ത ഒരു പൂർവ്വകാലമായി നീ ഇതിനെയൊക്കെ അങ്ങ് മറന്നേക്കണം. ഈ നിമിഷം മുതൽ നീ എൻ്റെ ഭാര്യയാണ്. നമ്മൾ പോകുന്നു ഇന്ന് രാത്രി തന്നെ നാട്ടിലേക്ക്. അവിടെ അച്ഛനും അമ്മയും നിന്നെ കാത്തിരിക്കുകയാണ്. ഒന്ന് കണ്ടാൽ മതി, എല്ലാ പിണക്കവും മറന്ന് അവർ നിന്നെ സ്നേഹിക്കും. ശിവ അവളെ തഴുകിക്കൊണ്ട് പറഞ്ഞു, ശിവേട്ടാ, ഏട്ടൻ്റെ സ്നേഹത്തിന് പകരം തരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. ഒരു നല്ല ശരീരം പോലും എനിക്കില്ല. അവൾ കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ സന്ധ്യയെ, ശിവ സ്നേഹിച്ചത് നിന്നെയാണ്. നിനക്ക് നിന്നെ കളങ്കപ്പെട്ടവളായി തോന്നുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ നീ ആ പഴയ സന്ധ്യ തന്നെയാണ്. ഇന്നു മുതൽ എൻ്റെ ഭാര്യയും. അതിനപ്പുറം മറ്റൊന്നും നീ ചിന്തിക്കേണ്ട. അത് പറഞ്ഞുകൊണ്ട് അവൻ അവളെ അവനോട് ചേർത്തു മുറുക്കി. പലരും കയറിയിറങ്ങിപ്പോയ ശരീരം ശിവ എന്നൊരാൾ ചേർത്തു പിടിക്കുമ്പോൾ അവൾ അറിയുകയായിരുന്നു സ്നേഹമുള്ള ആണിൻ്റെ തലോടലും ചേർത്തുപിടുത്തവും എത്രത്തോളം സുഖമുള്ളതാണ് എന്ന്. വിങ്ങിപ്പൊട്ടിക്കൊണ്ട് സന്ധ്യ ശിവയുടെ കൈകൾക്കുള്ളിൽ നിന്നു.
കളങ്കത്തിൻ്റെ ഒരു നേരിയ കണിക പോലും മനസ്സിൽ സൂക്ഷിക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ ശിവ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്തു. പിറ്റേന്ന് രാവിലെ ക്ഷേത്രത്തിൽ ഉച്ചത്തിൽ പാട്ടുയരുമ്പോൾ പാടവരമ്പിലൂടെ ശിവയോടൊപ്പം വീട്ടിലേക്ക് നടക്കുകയായിരുന്നു സന്ധ്യ. വീട്ടിൽ നിന്നിറങ്ങിപ്പോരുന്ന ദിവസം അവസാനമായി ആ പാടത്ത് വെച്ച് ശിവയെ കണ്ടതും ശിവ തൻ്റെ പിറകെ ഓടി വന്നതും കളി പറഞ്ഞതും ചിരിച്ചതുമെല്ലാം സന്ധ്യയുടെ മനസ്സിലേക്ക് ഓടിയെത്തി. നാടും വീടും അമ്പലക്കുളവും ഒക്കെ കണ്ടപ്പോൾ തന്നെ അവളുടെ മനസ്സ് വല്ലാതെ നിറഞ്ഞു. ഒരിക്കലും കാണില്ലെന്ന് കരുതിയതാണ് ജനിച്ചു വളർന്ന ഈ സ്ഥലം. ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയതാണ് ഇനിയൊരു ജീവിതം. എന്നാൽ ഒരു രാത്രി കൊണ്ട് തനിക്ക് നഷ്ടമായതെല്ലാം ദൈവം തിരികെ തന്നിരിക്കുന്നു. നാടും വീടുമെല്ലാം ഉപേക്ഷിച്ച് മറ്റൊരുത്തൻ്റെ കൂടെ പോയിട്ടും തന്നെ തിരഞ്ഞു വരാൻ ശിവേട്ടൻ കാണിച്ച മനസ്സ്, അതൊന്നു മാത്രം മതി ഇനിയുള്ള കാലം മൊത്തം ശിവേട്ടൻ്റെ കാലിൽ വീണ് സ്നേഹിക്കാൻ. ജീവിക്കണം, ഈ ജന്മം മുഴുവൻ ശിവേട്ടന് വേണ്ടി മാത്രം ജീവിക്കണം. അവസാന ശ്വാസം വരെയും ആ കാലിൽ കിടക്കണം. ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാതെ ആ മനസ്സറിയാൻ ശ്രമിക്കണം. പറ്റിപ്പോയ തെറ്റുകളും പിഴച്ചുപോയ ജീവിതവും എന്നും ഒരു പാഠമായി മനസ്സിൽ കിടക്കണം. എല്ലാത്തിനും അപ്പുറത്ത് ശിവേട്ടനെ സ്നേഹം കൊണ്ട് മൂടണം. തന്നോട് കാണിച്ച വലിയ ദയയ്ക്ക് സ്നേഹിച്ചു തോൽപ്പിച്ചുകൊണ്ട് പകരം കൊടുക്കണം. കൈകൂപ്പി തോയുന്ന ബിംബങ്ങളെക്കാൾ വലിയ ദൈവം ജീവിച്ചിരിക്കുന്ന മനുഷ്യർ തന്നെയാണ്. അങ്ങനെ ഒരു ദൈവത്തെ ഞാനിപ്പോൾ കണ്ടു കഴിഞ്ഞു. അറിയാൻ വൈകിപ്പോയ ശിവയുടെ ഹൃദ്യമായ സ്നേഹം അവളിൽ ആഴത്തിൽ അലയടിച്ചു. ഒപ്പം ജീവിക്കാൻ ഇറങ്ങി വന്ന പെണ്ണിനെ കാശിന് വിറ്റ ഭർത്താവും പിച്ചു ചീന്താൻ തൻ്റെ അരികിൽ വന്നു പോയവന്മാരും അവരിൽ നിന്ന് രക്ഷിച്ചെടുത്ത ശിവനും ആണെന്ന വർഗം തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. സ്നേഹമുള്ള ആണിൻ്റെ ശരീരം പെണ്ണിനെന്നും ആശ്വാസമാണ്. പുലരിയുടെ തണുപ്പിൽ ശിവയുടെ കൈകളിൽ മുറുകെ പിടിക്കുമ്പോൾ സന്ധ്യക്കറിയാമായിരുന്നു, ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ സുരക്ഷിതത്വം സ്നേഹമുള്ള ആണിൻ്റെ ഹൃദയം തന്നെയാണെന്ന്. ചിരിച്ചുകൊണ്ട് ശിവ അവളുടെ കണ്ണുകളിലേക്ക് സ്നേഹത്തോടെ നോക്കി. പഴയ ശിവയും സന്ധ്യയുമായിക്കൊണ്ട് അവർ രണ്ടുപേരും മുന്നോട്ട് നടന്നു. ജനിച്ചു വളർന്ന മണ്ണിൽ ശിവയുടെ കാൽപാദത്തിനൊപ്പം അവളുടെ കാലടയാളവും പതിഞ്ഞു.